കേരളത്തിലെ ജനങ്ങൾ ഒരു ബി.ജെ.പി. എം.പിയെ തൃശൂരിൽ നിന്ന് വിജയിപ്പിച്ചിട്ട് ആ ജനങ്ങളെ നിരാശരാക്കുന്നതായിരുന്നു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ്. കോവിഡ് അടക്കം മഹാമാരിയും ദുരിതവും അലയടിച്ച കേരളത്തിന്റെ പേര് പോലും പറയാതെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചിറങ്ങിയത്. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയാണ് ബജറ്റിലുടനീളം മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിനായി വേണ്ടി മാത്രം രൂപീകരിച്ചിരിക്കുന്ന ബജറ്റ് പോലെയാണ് ഇത് പ്രതീതമാകുന്നത്. മുതലാളിമാരെ സന്തോഷിപ്പിക്കാൻ മോദി സർക്കാർ ഉണ്ടാക്കിയ ബജറ്റാണോ എന്നാണ് വലിയ ചോദ്യം ഉയർന്നു വരുന്നതും. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ബി.ജെ.പി. സ്ഥാനാർത്ഥി കേരളത്തിൽ വിജയിക്കുന്നത്. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായിട്ടും കേരളത്തെ തഴഞ്ഞതിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരികയാണ്. കോർപ്പറേറ്റ് നികുതി കുറച്ചുകൊണ്ട് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന മോദി സർക്കാരിനെ വീണ്ടും എടുത്തുകാട്ടിയിരിക്കുകയാണ്. വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി നിരക്ക് 40% നിന്നും 25% വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ചെറുതൊന്നുമല്ല, വലിയ ശതമാനമായിട്ടാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 7ാമത്തെ ബജറ്റിലാണ് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ ഈ പ്രഖ്യാപനം ഉണ്ടായത്. കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിനായി വേണ്ടി മാത്രം തയ്യാറാക്കിയ ബജറ്റ് പോലെയാണ് ഇത് സൂചിപ്പിക്കുന്നതും. അതുപോലെ തന്നെ ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. കേരളം ഇന്ത്യയിലെ സംസ്ഥാനമല്ലാത്ത രീതിയിലാണ് കേന്ദ്രത്തിന്റെ ഈ പ്രവർത്തനം. ഈ അവഗണന കൂടുതൽ പ്രതിഷേധാർഹമാണെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. 2 കേന്ദ്ര സഹമന്ത്രിമാർ ഉണ്ടായിട്ട് കൂടി കേരളത്തിന് വേണ്ടി ഇടപെടാൻ കഴിഞ്ഞില്ല എന്നതും വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. എയിംസ് അടക്കമുള്ള കേരളം അതീവ പ്രാധാന്യം നൽകിയ പദ്ധതികളിൽ ഒന്നും കേന്ദ്രം പരിഗണനയ്ക്ക് നൽകിയില്ല. വിനോദസഞ്ചാരത്തിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന സംസ്ഥാനമാണ് കേരളം. കേന്ദ്ര ടൂറിസം സഹമന്ത്രി ഉണ്ടായിട്ട് കൂടി ടൂറിസം മേഖലയിൽ ഒരു പദ്ധതിയും കൊണ്ടുവരാൻ കഴിയാത്തത് ഏറെ പ്രതിഷേധാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. അതുപോലെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒന്നും തന്നെ കേരളത്തിനായി ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അർഹതപ്പെട്ട വിഹിതം ലഭ്യമാക്കാനെങ്കിലും സഹമന്ത്രിമാർ ഇടപെടണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തെ ഒഴിച്ചു നിർത്തിയാൽ മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ബജറ്റിൽ തന്നെ സ്വർണത്തിനും വെള്ളിക്കും വില കുറയുമെന്നും പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. 20 ധാതുക്കൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. ക്യാൻസർ മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി. ഇതോടെ ക്യാൻസർ മരുന്നുകളുടെ വിലയും കുറയും. മൊബൈൽ ഫോണുകളുടെയും ഇറക്കുമതി തീരുവ കുറച്ചു. കൂടാതെ ലെതറിനും തുണിത്തരങ്ങൾക്കും വില കുറയും. അതേസമയം പ്ലാസ്റ്റിക്കിന് വില കൂടുകയും എക്സ്റേ ട്യൂബുകൾക്ക് തീരുവ കുറയ്ക്കുകയും ചെയ്യും. മൊബൈൽ ഫോണുകൾക്കും മൊബൈൽ PCBSനും മൊബൈൽ ചാർജറുകൾക്കും അടക്കമുള്ള ഇറക്കുമതി നികുതി 15% കുറച്ചു.